അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണപ്പെട്ട 294 പേരെ ദ്രോഹിക്കുന്ന നടപടിയുമായി എയർ ഇന്ത്യ രംഗത്ത് വരികയാണ്. ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതായത് ഈ അപകടം സംഭവിച്ച ഉടനെ ടാറ്റ കമ്പനി അടക്കം 1 കോടി രൂപയാണ് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത്. പിന്നാലെ എയർ ഇന്ത്യയും നഷ്ടപരിഹാരം നൽകണം. കാരണം എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ബോയിങ് ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ആ വിമാനത്തിലുണ്ടായിരുന്ന പലരെയും ആശ്രയിച്ചാണ് ഓരോ കുടുംബാംഗങ്ങളും കഴിഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് പത്തനംതിട്ട സ്വദേശിയായ രഞ്ജിത നായർക്ക് 2 മക്കളുണ്ട്. ഇവിടുത്തെ കേരളത്തിലെ തന്നെ ഒരു ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രിയിലെ നേഴ്സായിരുന്നവർ ജീവിതം ആ രീതിയിൽ പച്ചപിടിക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അവർ വിദേശത്തേക്ക് പോയി കുടുംബത്തെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് യാത്ര തിരിച്ചത്. ആ യാത്രയാണ് പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത ഒന്നിലേക്ക്, മരണത്തിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ നിരവധി പേർ, ഒരു തെറ്റും ചെയ്യാത്ത 294 പേർ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന ചോദ്യം നിരന്തരം ചോദിക്കുന്നുണ്ട്. വൈദ്യുത തകരാറാണോ അതോ വേറെ എന്തെങ്കിലും സാങ്കേതിക തരത്തിലുള്ള ഏതെങ്കിലും അപകടം സംഭവിച്ചതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും അട്ടിമറിക്കാൻ ശ്രമിച്ചതാണോ, മറ്റെന്തെങ്കിലും ഭാഗ്യശക്തികളുടെ പ്രേരണയുണ്ടോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഓരോ ദിവസവും എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട പുറത്തു വരികയാണ്. ഈ അഹമ്മദാബാദ് വിമാന ദുരന്തം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ്. അഹമ്മദാബാദിൽ ഒരു മെഡിക്കൽ കോളേജിൻ്റെ മെസ്സിലേക്കാണ് ഈ വിമാനം ഇടിച്ചിറങ്ങിയത്. അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരും വിദ്യാർത്ഥികളും, മെഡിക്കൽ വിദ്യാർത്ഥികളും അടക്കമാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഒപ്പം ഈ വിമാനത്തിൽ യാത്ര ചെയ്ത പൈലറ്റുമാർ, ക്യാബിൻ ക്രൂ, ജീവനക്കാർ അടക്കം, യാത്രക്കാരടക്കമാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. എയർ ഇന്ത്യയുടെ പുതിയ ചതി എന്ന് പറയുന്നത് എയർ ഇന്ത്യക്ക് നഷ്ടപരിഹാരം നൽകാൻ വയ്യ. അതിന് പുതിയ ഒരു ഉടായിപ്പുമായി എയർ ഇന്ത്യ ഇപ്പോൾ രംഗത്തെത്തുകയാണ്. എയർ ഇന്ത്യ പറയുന്നത്, അപകടം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വിമാന കമ്പനി ഇരകളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴിതാ നൽകിയ ചോദ്യാവലി, അതായത് എയർ ഇന്ത്യ ഒരു ചോദ്യാവലി നൽകി, അത് കൃത്യമായി പൂരിപ്പിച്ച് നൽകിയില്ല എങ്കിൽ നഷ്ടപരിഹാരം നൽകില്ല എന്ന് കമ്പനി ഭീഷണിപ്പെടുത്തിയെന്നാണ്. ഇപ്പോഴിതാ നൽകിയ ചോദ്യാവലി കൃത്യമായി പൂരിപ്പിച്ച് നൽകിയില്ല എങ്കിൽ നഷ്ടപരിഹാരം നൽകില്ല എന്ന് കമ്പനി ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇരകളുടെ കുടുംബം ആരോപിക്കുന്നത്. അതായത് ഈ അപകടം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ കുടുംബാംഗങ്ങൾക്ക് ഒരു ഫോം പൂരിപ്പിക്കാനായി എയർ ഇന്ത്യ നൽകുന്നു. ഈ ഫോം പൂരിപ്പിച്ച് കൃത്യമായി ഒരു ചോദ്യാവലിയാണ്, ആ ചോദ്യാവലി കൃത്യമായി പൂരിപ്പിച്ച് നൽകിയില്ല എങ്കിൽ നഷ്ടപരിഹാരം നൽകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി വിചാരിക്കും, എന്തുകൊണ്ടത് പൂരിപ്പിച്ച് നൽകിക്കൂടാ, അത് പൂരിപ്പിച്ച് നൽകിയാൽ പണം കിട്ടുമല്ലോ എന്ന്. പക്ഷേ അവിടെയാണ് എയർ ഇന്ത്യയുടെ ചതി ഒളിഞ്ഞിരിക്കുന്നത്. നഷ്ടപരിഹാര തുക വെട്ടിക്കുറയ്ക്കാൻ ശ്രമിച്ചു എന്നും ചിലർ ഇതിനടിസ്ഥാനമായി പറയുന്നുണ്ട്. മാത്രമല്ല, മരിച്ച പോലെ കുടുംബാംഗത്തെ, അതായത് മരിച്ച ആള് കുടുംബാംഗത്തെ സാമ്പത്തികമായി ആശ്രയിക്കുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ നൽകാനും ചില പേപ്പറുകളിൽ ഒപ്പിടാൻ നിർബന്ധിക്കുന്നുവെന്നും ഈ അപകടം നടന്ന ആളുകളുടെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. അതായത് ഈ വിമാനത്തിൽ യാത്ര ചെയ്ത് മരണപ്പെട്ട ആളെ ആശ്രയിച്ചാണോ ഈ കുടുംബാംഗങ്ങൾ ജീവിക്കുന്നത്, അത് കൃത്യമായി തെളിയിക്കുന്ന രേഖകൾ കമ്പനിക്ക് നൽകണം. മാത്രമല്ല, ചില പേപ്പറുകളിൽ, ഇവർ പറയുന്ന ചില പേപ്പറുകളിൽ ഒപ്പിട്ട് നൽകുകയും വേണം. അപകടം നടന്നതിൻ്റെ വേദന മാറാത്ത കുടുംബാംഗങ്ങളെ കുത്തിനോവിക്കുന്ന തരത്തിലാണ് വിമാന കമ്പനിയുടെ നടപടി. അപകടത്തിൽ മരണപ്പെട്ട UK-യിലെയും ഇന്ത്യയിലെയും പൗരന്മാരുടെ കുടുംബാംഗങ്ങൾ നിയമസ്ഥാപനമായ സ്റ്റുവർട്ടിനെ നിയമിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യ, ബോയിങ്, മറ്റു ഉത്തരവാദിത്തപ്പെട്ട കക്ഷികൾ എന്നിവർക്കായി ഇരകളുടെ കുടുംബത്തിനായി പോരാടാൻ ഈ കമ്പനി അഹമ്മദാബാദിലെ നാനാവതി എന്ന നിയമസ്ഥാപനവുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഈ നിയമസ്ഥാപനം തന്നെയാണ് ഒരു പ്രസ്താവനയിലൂടെ ഇരകളുടെ കുടുംബം നേരിടുന്ന പ്രശ്നങ്ങൾ വെളിപ്പെടുത്തിയത്. ചോദ്യാവലിയുള്ള കാര്യങ്ങളെ പറ്റിയോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ പോലും നൽകാൻ തയ്യാറാകുന്നില്ല എന്നും അവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. നിയമപരമായ പദങ്ങൾ ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭാവിയിൽ നഷ്ടപരിഹാരം വെട്ടിക്കുറയ്ക്കാൻ കാരണമാകുന്ന നിബന്ധനകളെക്കുറിച്ച് വിശദീകരിക്കാൻ എയർ ഇന്ത്യ കമ്പനി തയ്യാറാകുന്നുമില്ല. നിയമപരമായി വശമില്ലാത്ത സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത വിധമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നൽകുന്ന വിവരങ്ങൾ ഭാവിയിൽ എയർ ഇന്ത്യക്ക് കുടുംബാംഗങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ കഴിയും. ഈ ചോദ്യാവലി പൂരിപ്പിക്കരുതെന്ന് നിയമസ്ഥാപനം, അതായത്
ഈ ഇരകൾക്ക് വേണ്ടി നിൽക്കുന്ന നിയമസ്ഥാപനം കുടുംബാംഗങ്ങൾക്കെല്ലാം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുർബലമായി നിൽക്കുന്ന കുടുംബങ്ങൾക്കുമേൽ എയർ ഇന്ത്യ ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുപ്പിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണെന്നാണ് പുറത്തുവരുന്ന പ്രസ്താവനയിൽ പറയുന്നത്. അതായത് എയർ ഇന്ത്യയുടെ ബോയിങ് ഡ്രീം ലയർ വിമാനമാണ് 294 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു വലിയ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. ആ അപകടത്തിന്റെ നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കാനും അതിൽ പിന്നീട് ഇത് നഷ്ടപരിഹാര തുക വെട്ടിക്കുറച്ചാൽ ഇത് ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനും ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങളാരും ചോദ്യം ചെയ്യാൻ പോകാതിരിക്കാനും വേണ്ടി ഈ എയർ ഇന്ത്യ വലിയ ചതിയാണ് ഈ കുടുംബാംഗങ്ങളോട് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ കൃത്യമായി കേന്ദ്ര സർക്കാർ ഇടപെടും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എയർ ഇന്ത്യയുടെ ഇത്തരം, അതായത് എന്തുകൊണ്ടാണ് ആ വിമാനം അപകടത്തിൽപ്പെട്ടത്, പ്രാഥമികമായി പോലും ഒരു വിലയിരുത്തൽ ഇതുവരെ വന്നിട്ടില്ല. ഇന്ധന മലിനീകരണമാണ് വിമാനത്തിന്റെ അപകടത്തിന് കാരണമെന്ന് പറയുന്നു. വൈദ്യുതി തകരാറാണ് വിമാനത്തിന്റെ അപകടത്തിന് കാരണമെന്ന് പറയുന്നു. മറ്റു പല കാരണങ്ങളും ഇതിൽ പുറത്തു വരാത്ത ചില കാരണങ്ങളുണ്ട് എന്ന് വ്യോമയാന മന്ത്രി തന്നെ പറയുന്നു. അട്ടിമറി സാധ്യത തള്ളിക്കളയുന്നില്ല, ഭാഗ്യശക്തികളുടെ പ്രേരണ തള്ളിക്കളയുന്നില്ല. ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ട് എങ്കിൽ അത് കൃത്യമായി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരും. ബ്ലാക്ക് ബോക്സ് കിട്ടിയിട്ടും 24 മണിക്കൂറിനകം പ്രാഥമികമായി എന്തെങ്കിലും വിവരം പുറത്തുവിടേണ്ടതുണ്ട്. പക്ഷേ 3 മാസത്തിനകം മാത്രമേ ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ എന്ന്, അല്ലെങ്കിൽ പുറത്തു പറയാൻ കഴിയുകയുള്ളൂ എന്ന് വ്യോമയാന മന്ത്രി അടക്കം പറയുന്നുണ്ട്. ആദ്യം അമേരിക്കയിലേക്ക് അയക്കാമെന്ന് പറഞ്ഞ ബ്ലാക്ക് ബോക്സ് പിന്നീട് ഇന്ത്യയിൽ തന്നെ പരിശോധിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ ഇതിൽ പല ദുരൂഹതകളും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ജനങ്ങളെ, അല്ലെങ്കിൽ ഈ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ അതിക്രൂരമായി ഉപദ്രവിക്കുന്ന, അങ്ങനെ തന്നെ പറയണം, അതിക്രൂരമായി ഉപദ്രവിക്കുന്ന ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത്. കാരണം അവരാരും തെറ്റ് ചെയ്ത കൊലപാതക കേസിലെ പ്രതികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ കേസിലെ പ്രതികളോ ഒന്നും അല്ല ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. സാധാരണക്കാരാണ്, ജീവിക്കാൻ വേണ്ടി വല്ല നാട്ടിലും പോയി കിടന്ന് സ്വന്തം കുടുംബത്തെ പോറ്റാനായി പോയവരാണ്. അവരെ ദ്രോഹിക്കുന്ന നടപടിയാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതിൽ കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണം. ഈ കുടുംബാംഗങ്ങളുടെ മേൽ എയർ ഇന്ത്യ കാണിക്കുന്ന ഇത്തരം ചതികൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. അതിന് വേണ്ട നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.